പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയത്തിലും പ്രാവീണ്യം നൽകുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയാണ് സർക്കാർ നൂതന പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മുരിക്കാട്ടുകുടി സർക്കാർ സ്കൂളിൽ ഫുട്ബോൾ മൈതാനം നിർമ്മിക്കുന്നതിന് MLA ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ അനുവദിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ നമുക്ക് തന്നെ ആവശ്യം വേണ്ട ചില കാര്യങ്ങൾ മറ്റാരെയും ആശ്രയിക്കാതെ ചെയ്യാൻ കഴിയത്തക്കതാണ് എന്ന ബോധ്യപ്പെടാൻ സഹായകമാകുന്ന ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് ഏറ്റവും അനിവാര്യമാണ്. നമ്മുടെ ഘടനാപരമായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റത്തിന് ശ്രദ്ധേയമാക്കുന്ന ആ നിലയെടുത്തതുകൊണ്ടാണ് സ്റ്റാറ്റ്സിൻ്റെ പദ്ധതിയിൽപ്പെടുത്തി ഇത്തരം പ്രോഗ്രാംസൊക്കെ രൂപപ്പെടുത്താനായിട്ട് ഗവൺമെൻറ് ചോദിക്കുന്നത്. അത് നല്ല നിലയിൽ കൊണ്ടുപോകാൻ ഈ സ്കൂളിന് കഴിയും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മീഡിയ ക്ലബ്ബ് ഇവിടെ പ്രിയപ്പെട്ട ശ്രീ വിനോദ് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇടുക്കി പ്രസ് ക്ലബിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അവരുടെ സംഘാടക മികവിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് അവർ ശ്രദ്ധിക്കുന്നത്. മുരിക്കാട്ടുകുടി ട്രൈബൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിയേറ്റീവ് കോർണറിന്റെയും മീഡിയ ക്ലബിന്റെയും നവീകരിച്ച മൈതാനത്തിന്റെയും ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. വിപുലമായ ആഘോഷ പരിപാടികളോടെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു. കഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ, പ്രസ് ക്ലബ് സെക്രട്ടറി ജെയ്സ് വട്ടപ്പള്ളിൽ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ തങ്കമണി സുരേന്ദ്രൻ, റോയി എവറസ്റ്റ്, കട്ടപ്പന BRC ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ KR ഷാജിമോൻ, PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി, കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി ഡയറക്ടർ അഷറഫ് ആലങ്ങാട്, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KN സുരേഷ് കൃഷ്ണൻ, ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഇൻചാർജ് ഷിനു മാനുവൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി.